മലപ്പുറം ചങ്ങരംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഒരു മരണം. കാഞ്ഞിയൂർ സ്വദേശി റമീസാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അൻഷാദ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുമുണ്ട്. ശാന്തകുമാർ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ അമിത വേഗത്തിലായിരുന്നു ആ ബൈക്ക് എന്നത് നമുക്ക് വ്യക്തമാണ്. ഇവർ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലേ? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഇന്നലെ രാത്രി 11:30 മണിക്കാണ് എപ്പോഴും ഉണ്ടാകുന്നത്. ഈ ചങ്ങരംകുളം തരിയത്ത് എന്ന് പറയുന്ന ഇടത്ത് ആ റോഡിലൂടെ പോകുമ്പോഴായിരുന്നു അമിത വേഗത ഉണ്ടായിരുന്നു മോട്ടോർ സൈക്കിളിന് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ അറിയാം. ഒപ്പം തന്നെ ഇവർ ഹെൽമറ്റും ധരിച്ചില്ല. അവിടെ നിന്ന് ഒരു തിരിവ് തിരിയുന്നതിനിടെ നിയന്ത്രണം തെറ്റിയിട്ടാണ് ഈ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുന്നത്. ആ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ഉടൻ തന്നെ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ യുവാവ് മരണം സംഭവിച്ചിരുന്നു. അതായത് കാഞ്ഞിയൂർ സ്വദേശി റമീസാണ് മരിച്ചത്. ഒപ്പം തന്നെ അയാളുടെ സുഹൃത്ത് അൻഷാദും ഉണ്ടായിരുന്നു. അൻഷാദിനെ ഗുരുതര പരിക്കോടെ ഇപ്പോൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇയാളുടെ ഗുരുതര പരിക്ക് ആണെന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെ രാത്രി ഒരു 11:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഹർഷൻ, റൈറ്റ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ബൈക്ക് അപകടങ്ങൾ ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് സംഭവിക്കുന്ന റോഡ് അപകടങ്ങളിൽ ഏറ്റവും അധികം സംഭവിക്കുന്നത് ബൈക്ക് അപകടങ്ങളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മുടെ കേരളീയ സാഹചര്യത്തിലൊക്കെ ജോലിക്ക് പോകുന്നതിനുമൊക്കെ ബൈക്കില്ലാതെ നമുക്കങ്ങനെ ബൈക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് കാണാറ്. അപ്പോൾ അതുകൊണ്ട് ഒരു കരുതൽ തീർച്ചയായും ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഇത് ഈ അമിത വേഗത്തിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഹെൽമറ്റ് പോലും ധരിക്കാതെയൊക്കെ ഈ അമിത വേഗത്തിൽ പോകുന്നത് വലിയ വലിയ അപകടങ്ങൾ വരുത്തി വയ്ക്കും. സങ്കടകരമായ അവസ്ഥ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും എന്നുള്ളത് എല്ലാവരും ഓർക്കണം.